ഉദ്ഘാടനത്തോടനുബന്ധിച്ച് താരങ്ങൾ, ഈ കായിക താരങ്ങൾ മാർച്ച് പാസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഏത് നദിയുടെ തീരത്ത് വെച്ചാണെന്ന് ചോദിച്ചാൽ സീൻ നദിയുടെ തീരത്ത് വെച്ചിട്ടാണ്. സീൻ നദിയുടെ തീരത്ത് വെച്ചാണ്. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കണേ. പോർട്ടറിക്കോയുടെ ഡാരിയൻ ക്രൂസിനെയാണ് നമ്മുടെ അമൻ ഷെറാവത്ത് എന്ത് ചെയ്തത്? പരാജയപ്പെടുത്തിയത്. ഹരിയാന സ്വദേശിയാണ് കേട്ടോ. ഹരിയാന സ്വദേശിയാണ്. 4ാം സ്ഥാനം എന്നുള്ളത് ഇന്ത്യയുടെ ഒരു നഷ്ടം തന്നെയാണ് കേട്ടോ. മീരാഭായ് ചാനുവിന് ശരിക്കും അത് നമ്മൾ മെഡൽ കിട്ടും എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം തന്നെയാണെങ്കിലും വനിതാ വിഭാഗത്തിൽ മത്സരിക്കുന്നതിന് ബോക്സിംഗ് അസോസിയേഷൻ വിലക്കിയ താരമായിരുന്നു ലിൻ യു തിങ് എന്ന് പറയുന്നത്. 57 കിലോ വിഭാഗത്തില് ബോക്സിംഗിൽ. ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ വരുന്ന പരീക്ഷകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് കായിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ചോദിക്കാൻ പോകുന്ന ഒരു ഹോട്ട് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾക്കറിയാം എന്താണത്? പാരീസ് ഒളിമ്പിക്സ് 2024 അല്ലെ. 2024 പാരീസ് ഒളിമ്പിക്സിൽ നമ്മുടെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടുന്ന വിവരങ്ങളാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കാണുക. അപ്പം ഇങ്ങനെയുള്ള ഹോട്ട് ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം മാത്രമായിരിക്കും നിങ്ങൾക്ക് വരുന്ന വീഡിയോസിന് എന്ത് കിട്ടുക? നോട്ടിഫിക്കേഷൻ കിട്ടുക. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് പാരീസ് ഒളിമ്പിക്സിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? പ്രത്യേകിച്ച് ഇന്ത്യയുടെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം, ഏതൊക്കെ താരങ്ങളാണ് ആ മെഡൽ നേടിയിട്ടുള്ളത്, ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് തുടങ്ങിയ വിവരങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചോ. അടുത്ത വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് 1 മാർക്ക് നേടിത്തരാൻ പോകുന്ന ഫാക്റ്റുകളാണ്. ഓക്കെ, അപ്പൊ അത്രയും ശ്രദ്ധയോടുകൂടി തന്നെ എന്ത് ചെയ്യുക? അത് പഠിക്കുക. ശരി, നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം, കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? 2024 പാരീസ് ഒളിമ്പിക്സിന്റെ വേദി എവിടെയായിരുന്നു എന്നുള്ളത് അല്ലെ. ഓക്കെ, 2024 പാരീസ് ഒളിമ്പിക്സ് എന്ന് തന്നെയാണ് നമ്മൾ അതിനെ പറയുന്നത് അല്ലെ. ആ വാക്കിൽ തന്നെ എന്തുണ്ട്? അതിന്റെ വേദിയുണ്ട്. എവിടെയാണ് നടന്നത്? പാരീസിൽ അല്ലെ. 2024 സമ്മർ ഒളിമ്പിക്സ് നടന്നത്. 2024 സമ്മർ ഒളിമ്പിക്സ് നടന്നത് 2024 സമ്മർ ഒളിമ്പിക്സ് നടന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പാരീസിലാണ് എന്ന് ഓർത്തു വെക്കുക. എവിടെയാണ് നടന്നത്? പാരീസിലാണ്. ആ ഫാക്ട് വളരെ ബേസിക് ഫാക്ട് ആണ്. വളരെ ബേസിക് ഫാക്ട് ആയിരുന്നാൽ പോലും അതായിരിക്കും ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് കേട്ടോ. വേദിയായിരിക്കും ചോദിക്കുന്നത്. ശരി, അപ്പോ നമുക്കറിയാം ഇത് നമ്മുടെ ഒളിമ്പിക്സിന്റെ എത്രാമത്തെ എഡിഷൻ ആണെന്ന് ചോദിച്ചാൽ സമ്മർ ഒളിമ്പിക്സിന്റെ 33ാമത് എഡിഷൻ ആണ്. സമ്മർ ഒളിമ്പിക്സിന്റെ എത്രാമത്തെ എഡിഷൻ ആണ്? 33ാമത് എഡിഷൻ. അത് ഓക്കെയാണ്. ഇനി അടുത്ത ഞാൻ ചോദിക്കുവാണ്, എന്തായിരുന്നു നമ്മുടെ ഈ നമ്മുടെ പാരീസ് ഒളിമ്പിക്സിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സ്ലോഗൻ അഥവാ മുദ്രാവാക്യം എന്തായിരുന്നു? 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഒഫീഷ്യൽ സ്ലോഗൻ അഥവാ മുദ്രാവാക്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നുള്ളതാണ്. ഗെയിംസ് വൈഡ് ഓപ്പൺ. ഗെയിംസ് വൈഡ് ഓപ്പൺ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ഒഫീഷ്യൽ സ്ലോഗൻ ആണ് ഗെയിംസ് വൈഡ് ഓപ്പൺ എന്ന് പറയുന്നത്. ഗെയിംസ് വൈഡ് ഓപ്പൺ. ഓക്കെ, ശരി. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എന്തായിരുന്നു നമ്മുടെ പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്? എന്തായിരുന്നു ഭാഗ്യചിഹ്നം? ഫ്രിജിയൻ തൊപ്പികളായിരുന്നു ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. ഫ്രിജിയൻ തൊപ്പികൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രതീകമായിട്ടുള്ള ഫ്രിജിയൻ തൊപ്പികളാണ് പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത്. ഫ്രിജിയൻ തൊപ്പികൾ. എന്താണ്? ഫ്രിജിയൻ തൊപ്പികളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. 33ാമത് എഡിഷൻ ആണ്. പാരീസിൽ വെച്ചാണ് നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറഞ്ഞു ഒഫീഷ്യൽ സ്ലോഗൻ ഗെയിംസ് വൈഡ് ഓപ്പൺ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ഭാഗ്യചിഹ്നം എന്ന് ചോദിച്ചാൽ ഫ്രിജിയൻ തൊപ്പികളാണ് അല്ലെ. ഇനി അടുത്തത്, ആരാണ് ഉദ്ഘാടനം ചെയ്തത്? നമ്മുടെ ഈ പറയുന്ന പാരീസ് ഒളിമ്പിക്സ് ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ ഒബിയസ് ആണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഇമ്മാനുവൽ മാക്രോൺ ആണ് ഇത് എന്ത് ചെയ്തത്? ഉദ്ഘാടനം ചെയ്തത്. ഇമ്മാനുവൽ മാക്രോൺ ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇനി ഇത് ഏത് നദിയുടെ തീരത്താണ്? അതായത്
ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഈ കായിക താരങ്ങൾ മാർച്ച് പാസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഏത് നദിയുടെ തീരത്ത് വെച്ചാണെന്ന് ചോദിച്ചാൽ സീൻ നദിയുടെ തീരത്ത് വെച്ചിട്ടാണ്. സീൻ നദിയുടെ തീരത്ത് വെച്ചാണ്. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കണേ. സീൻ നദിയുടെ തീരത്ത് വെച്ചിട്ടാണ് ഉദ്ഘാടനം എന്ത് ചെയ്തത്, നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. സീൻ നദിയുടെ തീരത്ത് വെച്ചിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ നിങ്ങൾക്ക്? ശരി. അപ്പൊ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഫാക്റ്റുകളാണ് നമ്മൾ പറയുന്നത്. ഇനി പാരീസ് ഇത് എത്രാമത്തെ തവണയാണ് ഇതുപോലെ സമ്മർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത്? പാരീസ് ഇതിപ്പോ മൂന്നാമത്തെ തവണയാണ്. പാരീസ് മൂന്നാമത്തെ തവണയാണ് സമ്മർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്നത്. മുൻപ് 1900-ലും അതിനുശേഷം 1924-ലും നോക്കിക്കേ, കൃത്യമായിട്ട് 100 വർഷം തികഞ്ഞപ്പോൾ 1900-ല്, 1924-ല്, 2024-ല്. അപ്പൊ മൂന്നാമത്തെ തവണ നോക്കിക്കേ, 3 തവണ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരങ്ങളായിട്ട് ആരൊക്കെ മാറി? ലണ്ടനും പാരീസും. മുൻപ് 1908, 1948, 2012 വർഷങ്ങളിൽ ലണ്ടൻ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. 1908, 1948, 2012 വർഷങ്ങളിൽ ലണ്ടൻ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? എഡിഷൻ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ ഭാഗ്യചിഹ്നം പറഞ്ഞു. പാരീസ് 3 തവണ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ലണ്ടന്റെ കൂടെ എന്ത് ചെയ്തു? അവർക്ക് രണ്ടുപേർക്കും ആ ഒരു പദവി കിട്ടി. ഒളിമ്പിക്സിന് 3 തവണ ആതിഥേയത്വം വഹിച്ച സിറ്റി ആയിട്ട് മാറി അല്ലെ. ഏതൊക്കെയാണ് നഗരങ്ങളായിട്ട് മാറിയത്? ലണ്ടനും അതുപോലെ തന്നെ പാരീസും അല്ലെ. ഒളിമ്പിക്സിന് 3 തവണ ആതിഥേയത്വം വഹിക്കുന്ന നഗരങ്ങളായിട്ട് ലണ്ടനും പാരീസും മാറി. ഈ സ്ലൈഡ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? അടുത്തതിലേക്ക് പോകാം. അടുത്ത നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഇന്ത്യയുടെ നേട്ടങ്ങൾ എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഒരുപാട് നേട്ടങ്ങൾ, അതായത് നമ്മുടെ ഇതിന് മുൻപുള്ള 32ാമത് എഡിഷൻ നടന്നത് ടോക്കിയോയിൽ വെച്ചിട്ടാണ്. ഓക്കെ, ടോക്കിയോയിൽ വെച്ചിട്ടായിരുന്നു. അത് 2020-ലെ ഒളിമ്പിക്സ് ആണ്. 2020-ലെ ഒളിമ്പിക്സ് ആണ്, സമ്മർ ഒളിമ്പിക്സ് ആണ്. പക്ഷെ 2021-ലാണ് നടന്നതെങ്കിലും നമ്മൾ ടോക്കിയോ ഒളിമ്പിക്സ് 2020 എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഒളിമ്പിക്സിലാണ് ശരിക്കും ഇന്ത്യ മികച്ച പ്രകടനം എന്ത് ചെയ്തത്, കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അവിടെ ഇന്ത്യക്ക് 7 മെഡലുകൾ ഉണ്ടായിരുന്നു. ഇവിടെ 6 മെഡലേ ഉള്ളൂ. അവിടെ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ഉണ്ടായിരുന്നു. ഇവിടെ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ഇല്ല. ഓക്കെ, എന്നാലും ഇന്ത്യക്ക് നേട്ടങ്ങളാണ് അതൊക്കെ അല്ലെ. അതായത് നമ്മുടെ കായിക താരങ്ങൾ ഒരുപാട് പരിമിതികളുടെ ഇടയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്തു, അവർ മത്സരിച്ചു. സോ നമുക്ക് കൂടുതൽ അതൊന്നും പറയണ്ട. നമുക്ക് എന്തൊക്കെയാണ് ഇന്ത്യയുടെ നേട്ടങ്ങളെന്ന് നോക്കാം. ആദ്യത്തത് ഇന്ത്യയുടെ നേട്ടങ്ങൾ നോക്കുമ്പോൾ ആരായിരുന്നു ഷെഫ് ഡി മിഷൻ ആയിരുന്നതെന്ന് നോക്കാം. ഓക്കെ, അതായത് നമ്മുടെ ഈ പാരീസ് ഒളിമ്പിക്സിന് പോകുന്ന കായിക താരങ്ങളെ ഒരാൾ എന്ത് ചെയ്യണം, ലീഡ് ചെയ്യണം അല്ലെ. ആദ്യം ഇന്ത്യയുടെ ഷെഫ് ഡി മിഷൻ ആയിരുന്ന ആരായിരുന്നു? മേരി കോം ആയിരുന്നു. പിന്നീട് മേരി കോം ഒഴിഞ്ഞു ആ സ്ഥാനത്ത് നിന്ന്. മേരി കോമിന് പകരമായിട്ട് ഇന്ത്യൻ ഒളിമ്പിക് സംഘത്തെ നയിക്കാനായിട്ട് മുന്നോട്ട് വന്ന മുൻ ഷൂട്ടിംഗ് താരമാണ് ഗഗൻ നരംഗ് എന്ന് പറയുന്ന ഗഗൻ നരംഗ്. അപ്പോൾ വനിതാ ബോക്സിംഗ് താരം മേരി കോമിന് പകരമായിട്ട് ഇന്ത്യൻ ഒളിമ്പിക് സംഘത്തെ നയിച്ച താരം ആരാണ്? ഗഗൻ നരംഗ് ആണ്, ഷൂട്ടിംഗ് താരമാണ്. ഓക്കെ, അങ്ങനെ 2024 ജൂലൈ 26-ന് പാരീസ് ഒളിമ്പിക്സിന് കൊടിയേറി. 2024 ജൂലൈ 26-ന്, ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെയാണ് നമ്മുടെ പാരീസ് ഒളിമ്പിക്സ് നടന്നിട്ടുണ്ടായിരുന്നത്. ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെ. ഓക്കെ, 329 മത്സരങ്ങളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. 329 മത്സരങ്ങളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. എത്ര ഇന്ത്യൻ താരങ്ങൾ ഉണ്ടായിരുന്നു? 117 ഇന്ത്യൻ താരങ്ങളാണ് ഉണ്ടായിരുന്നത്. 117 ഇന്ത്യൻ താരങ്ങളാണ് ഉണ്ടായിരുന്നത്. 70 പുരുഷന്മാരും 47 സ്ത്രീകളുമായിരുന്നു ഉണ്ടായിരുന്നത്. 70 പുരുഷന്മാരും 47 സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 11 വരെ 329 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ നമ്മുടെ ഗ്രീസിലെ ഏതൻസില് ഏപ്രിൽ 16-നാണ് എന്ത് ചെയ്തത്, ഈ ഒരു ഒളിമ്പിക്സിന് ദീപം കൊളുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ദീപശിഖ പ്രയാണമൊക്കെ ഉണ്ടായിരുന്നു. അതായത് പാരീസ് ഒളിമ്പിക്സ് ഔദ്യോഗികമായിട്ട് തുടങ്ങുക. അപ്പൊ അത് 2024 ഏപ്രിൽ എന്ത് ചെയ്തു, തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ,
അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്റ്റേഡിയത്തിന് പുറത്തു നിന്ന് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങ് എന്ത് ചെയ്തു, ഈ വർഷം നടന്നിട്ടുണ്ടായിരുന്നു. സെൻ നദിയിലൂടെ അല്ലെങ്കിൽ സെൻ നദിയുടെ തീരത്തിലൂടെയാണ് എന്ത് ചെയ്തത്, താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നത്. സെൻ നദിയിലൂടെയാണ് താരങ്ങളുടെ മാർച്ച് പാസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഒളിമ്പിക്സിൽ, പാരീസ് ഒളിമ്പിക്സിൽ കേട്ടോ. ഇനി മാർച്ച് പാസ്റ്റിൽ ആദ്യം ഗ്രീസ് ഇന്ത്യയുടേത്, ആദ്യത്തെ മീൻസ് രാജ്യമായിരുന്നത് ഗ്രീസ് ആയിരുന്നു. ഇന്ത്യ 84ാമതായിരുന്നു. ഓക്കെ, നമ്മുടെ പാരീസ് ഒളിമ്പിക്സിലെ മാർച്ച് പാസ്റ്റിലെ ആദ്യത്തെ രാജ്യം ആരായിരുന്നു, ഗ്രീസ് ആയിരുന്നു. ഒളിമ്പിക്സിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ഗ്രീസ് ആയിരുന്നു മാർച്ച് പാസ്റ്റിലെ ആദ്യത്തെ രാജ്യം. ഇന്ത്യയുടെ എന്ന് പറയുന്നത് 84ാമത്തെ പൊസിഷൻ ആയിരുന്നു ഇന്ത്യയുടെ മാർച്ച് പാസ്റ്റില്. ഇനി നമ്മുടെ ഇന്ത്യൻ പതാക ഏന്തിയിരുന്നത്, ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങില് ഇന്ത്യൻ പതാക ഏന്തിയിരുന്നത് നമ്മുടെ PV സിന്ധുവും അജന്ത ശരത് കമലുമാണ്. PV സിന്ധുവും അജന്ത ശരത് കമലുമാണ് നമ്മുടെ മാർച്ച് പാസ്റ്റില് ഇന്ത്യയുടെ പതാക ഏന്തിയിരുന്നത് കേട്ടോ. ഇന്ത്യയുടെ പതാക ഏന്തിരുന്നത് ആരൊക്കെയാണ്, PV സിന്ധുവും അജന്ത ശരത് കമലുമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നു. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ത്യയുടെ നേട്ടങ്ങൾ ഓരോ താരങ്ങളെയായിട്ട് നമ്മൾ എടുത്ത് പഠിക്കാൻ പോവുകയാണ്. ഇനി ശ്രദ്ധിച്ചേക്കണേ. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ആദ്യത്തെ ആൾ നമ്മൾ പഠിക്കേണ്ടത് ഒരു വനിതയെ തന്നെയാണ്. ഉറപ്പായിട്ടും ഈ വനിതയുടെ നേട്ടം നിങ്ങൾക്ക് അടുത്ത PSC പരീക്ഷയിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, പേരിതാണ് മനു ഭാക്കർ. മനു ഭാക്കർ ഹരിയാനക്കാരിയാണ് മനു ഭാക്കർ എന്ന് പറയുന്നത്. എന്താണ് മനു ഭാക്കറിനെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. കൊത്തിവെച്ചോ, മനസ്സിൽ കൊത്തിവെച്ചോ, ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ്. ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന, അപ്പൊ മുൻപ് നേടിയിട്ടുള്ളതൊക്കെ ആരാണ്, പുരുഷന്മാരാണ്. അതുകൊണ്ടാണ് മനു ഭാക്കറിന് ഇങ്ങനെ ഒരു റെക്കോർഡ് കിട്ടിയത്. ഓക്കെ, ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത മനു ഭാക്കറാണ്. മറക്കില്ലല്ലോ. ഷൂട്ടിങ്ങിൽ ഇന്ത്യയുടെ 5ാം ഒളിമ്പിക് മെഡൽ ആണെങ്കിലും ആദ്യമാണ് ഒരു വനിത ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്നത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ആ 4 തവണ നമ്മുടെ ആ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് മെഡൽ നേടിയിട്ടുള്ളവരെ നമുക്കൊന്ന് നോക്കിയാൽ ആ 4 പുരുഷ കേസരികളെ കൂടെ നമുക്കൊന്ന് പഠിച്ചു വെച്ചാലോ. ആദ്യം നോക്കുകയെ, 2004 ഏഥൻസ് ഒളിമ്പിക്സിൽ രാജ്യവർദ്ധൻ സിംഗ്, 2004 നമ്മുടെ ഏഥൻസ് ഒളിമ്പിക്സിൽ രാജ്യവർദ്ധൻ സിംഗ് ആണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് വെള്ളി മെഡൽ നേടിയത്. ആദ്യത്തെ പുരുഷ കേസരി രാജ്യവർദ്ധൻ സിംഗ് ആണ്, വെള്ളി മെഡൽ നേടിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ആൾ ആരാണെന്ന് ചോദിച്ചാൽ 2008 അതിച്ചിരി കൂടിയ പുള്ളിയാണ്, സ്വർണ്ണ മെഡലാണ് കിട്ടിയത്. ആരാണ്, അഭിനവ് ബിന്ദ്രയാണ്. അഭിനവ് ബിന്ദ്ര അല്ലെ, 2008 നമ്മുടെ ബീജിംഗ് ഒളിമ്പിക്സിൽ അഭിനവ് ബിന്ദ്ര രണ്ടാമത്തെ ആളാണ് അല്ലെ. ഇനി മൂന്നാമത്തത് 2 പേരുണ്ട്. 2012 ലണ്ടൻ ഒളിമ്പിക്സ്, 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ഒരാൾക്ക് വെള്ളിയും ഒരാൾക്ക് വെങ്കലവുമാണ് കിട്ടിയത്. വെള്ളി കിട്ടിയ ആൾ ആരാണെന്ന് നോക്കിക്കേ, 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ വെള്ളി കിട്ടിയ ആൾ ആരാണെന്ന് ചോദിച്ചാൽ അത് വിജയ് കുമാർ ആണ്. വിജയ് കുമാർ. ഇനി വെങ്കലം കിട്ടിയ ആൾ ആരാണ്, ദേ നോക്കിക്കേ, ഗഗൻ നരങ്, നമ്മുടെ ഷെഫ് ഡി മിഷൻ ആയിരുന്ന വ്യക്തി ഗഗൻ നരങ്ങിനാണ് 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ വെങ്കല മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്, ഗഗൻ നരങ്. ഓക്കെ, അപ്പൊ 4 പുരുഷ കേസരികളുടെ കൂടെയാണ് നമ്മുടെ വനിതാ താരം അല്ലെങ്കിൽ വനിതാ രത്നമായിട്ടുള്ള മനു ഭാക്കർ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയായിട്ട് മനു ഭാക്കർ മാറിയിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആണോ? ഇവരെ മറക്കില്ലല്ലോ. പ്രത്യേകിച്ച് അഭിനവ് ബിന്ദ്രയെ ഓർത്തു വെക്കണം. 2008 സ്വർണമാണ് പുള്ളിക്കാരന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, തീർന്നിട്ടില്ല. മനു ഭാക്കറിന്റെ റെക്കോർഡ് തീർന്നിട്ടില്ല. ഇതിന് ശേഷം വീണ്ടും മനു ഭാക്കറിന് ഒരു മെഡൽ കിട്ടി. ഏത് ഇനത്തിലാണ് മെഡൽ കിട്ടിയെന്ന് ചോദിച്ചാൽ, ചോദിച്ചു കഴിഞ്ഞാൽ ഷൂട്ടിംഗ് ടീം ഇനത്തിലാണ് എന്ത് ചെയ്തത്, മനു ഭാക്കറിന് ഇത്തവണ വെങ്കലം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞു വ്യക്തിഗത ഇനത്തിലായിരുന്നു അല്ലെ. നേരത്തെ വ്യക്തിഗത ഇനത്തിലാണ് മനു ഭാക്കറിന് ഈ പറയുന്ന മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് നോക്കിക്കേ, ഷൂട്ടിങ്ങില് ടീം ഇനത്തില് വീണ്ടും ഒരു മെഡൽ ആർക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ മനു ഭാക്കറിന് കിട്ടിയിട്ടുണ്ട്. ഷൂട്ടിംഗ് ടീം ഇനത്തില് സരബ്ജോത് സിംഗിനോടൊപ്പമാണ് നമ്മുടെ മനു ഭാക്കറിന് ഇത്തവണ വെങ്കല മെഡൽ കിട്ടിയത്.
അപ്പോൾ മനു ഭാക്കറിന്റെ മെഡൽ എത്രയായി? 2 മെഡലായി. പഠിച്ചോ? രണ്ടാമത്തെ റെക്കോർഡ്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഒരു ഒളിമ്പിക്സിൽ തന്നെ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായിട്ട് മാറി മനു ഭാക്കർ എന്ന് പറയുന്നത്. എന്താണ് വിശേഷത? അതായത് മുൻപ് നമ്മുടെ ഇന്ത്യൻ താരങ്ങള് പല ഒളിമ്പിക്സിലായിട്ട് 2 മെഡലൊക്കെ നേടിയിട്ടുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ താരം ഒരേ ഒളിമ്പിക്സിൽ ഒരേ സീസണിൽ തന്നെ 2 മെഡൽ നേടുന്നത്. അത് നമ്മുടെ മനു ഭാക്കറാണ്. ആദ്യം പുള്ളിക്കാരി വ്യക്തിഗത ഇനത്തിൽ എന്ത് ചെയ്തു? മെഡൽ നേടി. രണ്ടാമത് ടീം ഇനത്തിലും എന്ത് ചെയ്തു? മനു ഭാക്കറിന് വെങ്കല മെഡൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, എയർ പിസ്റ്റളിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ മനു ഭാക്കർ എന്ന് പറയുന്നത്. ഷൂട്ടിങ്ങിൽ 2 ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ്. ഷൂട്ടിങ്ങിലാണ് 2 ഒളിമ്പിക് മെഡലും നമ്മുടെ മനു ഭാക്കറിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വ്യക്തിഗത ടീമിനങ്ങളിലാണ് നമ്മുടെ മനു ഭാക്കറിന് എന്തുണ്ടായിരുന്ന? മെഡൽ ഉണ്ടായിരുന്നത്. ഷൂട്ടിങ്ങിൽ ടീമിനത്തിൽ ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ സംഖ്യം കൂടെയാണ് സരബ്ജോത് സിംഗും മനു ഭാക്കർ എന്ന് പറയുന്നത്. ഓക്കെ, അവർ ആ ഷൂട്ടിങ്ങിൽ അവർക്ക് ആ ഒരു സഖ്യത്തിനായിരുന്നല്ലോ വെങ്കല മെഡൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു റെക്കോർഡ് കൂടി ആർക്കുണ്ട്? മനു ഭാക്കർ സരബ്ജോത് സിംഗ് സഖ്യത്തിന് ഉണ്ടെന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇപ്പൊ നമ്മൾ പറഞ്ഞു സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഒരു ഒളിമ്പിക്സിൽ തന്നെ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മനു ഭാക്കർ എന്ന് പറഞ്ഞു. എന്നാൽ അതിന് മുൻപുള്ള നേട്ടം പരിഗണിച്ചാൽ 1900 പാരീസ് ഒളിമ്പിക്സിൽ ഇരട്ട വെള്ളി നേടിയ ഓട്ടക്കാരനായിട്ടുള്ള നോർമൻ പ്രിച്ചർഡ് ആണ് മുൻപ് ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ വെസ്റ്റ് ബംഗാളുകാരനായിരുന്നു. പക്ഷെ എന്തല്ല, സ്വാതന്ത്ര്യത്തിന് മുന്നേ ആണ് അല്ലെ. അതാവുമ്പോൾ ആ സമയം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്യുവർ ആയിട്ട് ഇന്ത്യക്കാരനാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം എന്നുള്ള ഒരു വാക്ക് അവിടെ ഉപയോഗിച്ച് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഒരു ഒളിമ്പിക്സിൽ തന്നെ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായിട്ട് ആര് മാറി? മനു ഭാക്കർ മാറി. ഓക്കെ, അപ്പൊ എത്ര മെഡലായി? ഇന്ത്യക്ക് 2 മെഡലായി അല്ലെ. മനു ഭാക്കർ വ്യക്തിഗത ഇനത്തിൽ വാങ്ങിച്ചു, ഇപ്പൊ ടീം ഇനത്തിൽ വാങ്ങിച്ചു. അടുത്തത് നമുക്ക് നോക്കാം. അതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒളിമ്പിക്സിൽ നമുക്ക് മുൻപും നമ്മുടെ താരങ്ങള് 2 മെഡൽ നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. പക്ഷേ 2 ഒളിമ്പിക്സ് 2 സീസണിലായിട്ടാണ് നേടിയിട്ടുള്ളത്. എങ്കിൽ നമുക്ക് അവരെ ഒന്ന് നോക്കാം. ഒന്ന് സുശീൽ കുമാറാണ്, ഗുസ്തി താരം. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന് ബ്രോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2012 ലണ്ടൻ ഒളിമ്പിക്സിൽ അദ്ദേഹത്തിന് വെള്ളിയും ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ 2 ഒളിമ്പിക്സുകളിലായിട്ട് 2 മെഡലുകൾ. ഇനി നമ്മുടെ സ്വന്തം PV സിന്ധു ബാഡ്മിന്റൺ താരമാണ്. 2016 റിയോ ഒളിമ്പിക്സിൽ PV സിന്ധുവിന് വെള്ളി മെഡൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ എന്തുണ്ടായിരുന്നു? വെങ്കല മെഡലും PV സിന്ധുവിന് ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ദാ നമ്മുടെ മനു ഭാക്കർ പാരീസ് ഒളിമ്പിക്സിലെ 2 വെങ്കല മെഡൽ മനു ഭാക്കറിന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി. അവർ രണ്ടുപേരും 2 സീസണിലും മനു ഭാക്കർ ഒരു സീസണിലുമാണ് മെഡൽ നേടിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ മെഡൽ നേടിയ താരത്തെ നോക്കാം. പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഇന്ത്യക്കായിട്ട് വെങ്കല മെഡൽ നേടിയ താരമാണ് അമൻ ഷെറാവത്ത് എന്ന് പറയുന്നത്. അമൻ ഷെറാവത്ത് പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ് ഇന്ത്യക്ക് വേണ്ടി വെങ്കലം നേടിയിട്ടുണ്ടായിരുന്നത്. വെങ്കല മെഡൽ പോരാട്ടത്തില് പോർട്ടറിക്കോയുടെ ഡാരിയൻ ക്രൂസിനെയാണ് നമ്മുടെ അമൻ ഷെറാവത്ത് എന്ത് ചെയ്തത്? പരാജയപ്പെടുത്തിയത്. ഹരിയാന സ്വദേശിയാണ് കേട്ടോ, ഹരിയാന സ്വദേശിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ എന്താണ്? മെഡലാണ് അല്ലെ. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ആള് അമൻ ഷെറാവത്താണ്. വെങ്കലമാണ് നമ്മൾ പറഞ്ഞു. 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വെങ്കല മെഡലാണ് അമൻ ഷെറാവത്തിന് കിട്ടിയെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമുക്ക് മുൻപ് ഗുസ്തിയിൽ കിട്ടിയിട്ടുള്ള മെഡലുകൾ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പൊ നമുക്ക് 2 വെള്ളി മെഡലുകളും അതുപോലെ തന്നെ നമുക്ക് 5 പ്രധാനപ്പെട്ട 5 വെങ്കല മെഡലുകളുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒന്ന് സുശീൽ കുമാർ, 2012 സുശീൽ കുമാറിന് വെള്ളി മെഡൽ കിട്ടിയിട്ടുണ്ട് ഗുസ്തിയിൽ. 2020 രവികുമാർ ദഹിക്കും വെള്ളി മെഡൽ കിട്ടിയിട്ടുണ്ട്. വെങ്കലം KD ജാദവിനും സുശീൽ കുമാറിനും യോഗേശ്വർ ദത്തിനും സാക്ഷി മാലിക്കിനും ബജ്രംഗ് പുനിയയ്ക്കുമാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്? വെങ്കല മെഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സുശീൽ കുമാറിനെയാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. 2 ഒളിമ്പിക്സുകളിലായിട്ട് 2 മെഡൽ നേടിയ ഇന്ത്യൻ താരം അല്ലെ. അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞു വെങ്കല മെഡലും കിട്ടിയിട്ടുണ്ട്, വെള്ളി മെഡലും കിട്ടിയിട്ടുണ്ട് അല്ലെ. സുശീൽ കുമാറിന് 2008 അദ്ദേഹത്തിന് വെങ്കല മെഡലും 2012 അദ്ദേഹത്തിന് വെള്ളി മെഡലുമാണ് സുശീൽ കുമാറിന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഗുസ്തിയിൽ ഇന്ത്യയുടെ
8ാമത്തെ ഒളിമ്പിക് മെഡലാണ് അമൻ ഷെറാവത്തിന് കിട്ടിയത് കേട്ടോ. ഗുസ്തിയിൽ ഇന്ത്യയുടെ 8ാമത്തെ ഒളിമ്പിക് മെഡലാണ് അമൻ ഷെറാവത്തിന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ആളിലേക്ക് പോട്ടെ. അതിനു മുൻപ് അമൻ ഷെറാവത്തിന്റെ ചില റെക്കോർഡുകൾ കൂടി നമുക്ക് ഒന്ന് നോക്കാം. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ 2023 അമൻ ഷെറാവത്ത് സ്വർണം നേടിയിട്ടുണ്ട്. 2022 നമ്മുടെ ഏഷ്യൻ ഗെയിംസിൽ അല്ലെ, 2023 നടന്നത്. ഏഷ്യൻ ഗെയിംസിൽ അദ്ദേഹത്തിന് വെങ്കലമുണ്ടായിരുന്നു. ഗ്രാൻഡ് പ്രീ സ്വർണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗ്രാൻഡ് പ്രീയിൽ 2022-24 ലോക അണ്ടർ 23 ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയിട്ടുണ്ട് 2022. ഓക്കെ, അപ്പോൾ ഏഷ്യൻ ഗെയിംസ് മറക്കണ്ട. ഏഷ്യൻ ഗെയിംസിൽ വെങ്കലം ഉണ്ടായിരുന്നു അമൻ ഷെറാവത്തിന്. അടുത്ത ആളെ വരാം. അപ്പോൾ മൂന്നാമത്തെയായി 3. അടുത്തത് 4ാമത്തത്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസിൽ ഇന്ത്യക്കായിട്ട് വെങ്കല മെഡൽ നേടിയത്. പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ ഇന്ത്യക്കായിട്ട് വെങ്കല മെഡൽ നേടിയത് സ്വപ്നിൽ കുശാലയാണ്. സ്വപ്നിൽ കുശാലെ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര സ്വദേശിയാണ്. സ്വപ്നിൽ കുശാലെ എന്ന് പറയുന്നത് കേട്ടോ, മഹാരാഷ്ട്ര സ്വദേശിയാണ്. ആര്? സ്വപ്നിൽ കുശാലെ. 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ ഇന്ത്യക്കായിട്ട് വെങ്കല മെഡൽ നേടിയ താരമാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? അപ്പോൾ പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ ഇന്ത്യക്കായിട്ട് വെങ്കല മെഡൽ നേടിയ താരമാണ് ആരെന്ന് പറയുന്നത്? സ്വപ്നിൽ കുശാലെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 മീറ്റർ എയർ പിസ്റ്റൾ വ്യക്തിഗത ഇനത്തിൽ മനു ഭാക്കറും മിക്സഡ് ടീം ഇനത്തിൽ നമ്മുടെ മനുവും സരബ്ജോത് സിംഗ് സഖ്യവും നേരത്തെ വെങ്കലം നേടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നമ്മുടെ സ്വപ്നിൽ കുശാലെ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിലാണ് ഇന്ത്യക്കായിട്ട് വെങ്കലം നേടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ശരി, അടുത്തയാളെ നമുക്ക് നോക്കാം. ഓക്കെ, 5ാമത്തെ മെഡൽ ഇന്ത്യയുടെ 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ജാവലിൻ ത്രോയില് വെള്ളി മെഡൽ. നമ്മൾ ഇത്രയും നേരം വെങ്കല മെഡലാണ് പഠിച്ചത് അല്ലേ. നമ്മുടെ മനു ഭാക്കറിന് സിംഗിൾ ആയിട്ടായിരുന്നാലും, മനു ഭാക്കർ സരബ്ജോത് സിംഗ് സഖ്യത്തിനായിരുന്നാലും, സ്വപ്നിൽ കുശാലയ്ക്കായിരുന്നാലും, അമൻ ഷെറാവത്തിനൊക്കെ ആയിരുന്നാലും കിട്ടിയത് വെങ്കല മെഡലായിരുന്നു. നമ്മുടെ ഗോൾഡൻ ബോയ് നീരജ് ചോപ്ര ടോക്കിയോ ഒളിമ്പിക്സിൽ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് സ്വർണം നേടിത്തന്ന വ്യക്തിയാണ് നീരജ് ചോപ്ര എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നീരജ് ചോപ്രയ്ക്ക് നോക്കിക്കേ, നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡലായിരുന്നു കേട്ടോ. വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര എന്ന് പറയുന്നത്. 89.45 മീറ്റർ ആണ് നീരജ് ചോപ്രയുടെ ആ ഒരു മെഷർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ജാവലിൻ ത്രോ എന്ന് പറയുന്നത് 89.45 മീറ്റർ ആണ് കേട്ടോ. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടരെ 2 ഒളിമ്പിക് മെഡൽ നേടുന്ന 3ാമത്തെ താരമാണ് ആരെന്ന് പറയുന്നത്? നീരജ് ചോപ്ര എന്ന് പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടരെ 2 ഒളിമ്പിക് മെഡൽ നേടുന്ന 3ാമത്തെ താരമാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ നീരജ് ചോപ്ര എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് ഓർത്തു വെക്കുക. നമ്മൾ നേരത്തെ നമ്മുടെ സുശീൽ കുമാറിനെയും PV സിന്ധുവിനെയൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ ആ ഒരു നേട്ടത്തിൽ നമ്മുടെ നീരജ് ചോപ്ര 3ാം സ്ഥാനത്താണ്. തുടരെ 2 ഒളിമ്പിക്, അതായത് 2 ഒളിമ്പിക്സുകളിലായിട്ട്, ഓക്കെ, 2 ഒളിമ്പിക്സുകളിലായിട്ട് മെഡൽ നേടുന്ന 3ാമത്തെ താരമാണ് നീരജ് ചോപ്ര എന്ന് പറയുന്നത്, സുശീൽ കുമാറിനും PV സിന്ധുവിനും ശേഷം. ഓക്കെ, ഒളിമ്പിക് റെക്കോർഡോടുകൂടി. അപ്പൊ നമുക്ക് നമ്മുടെ നീരജ് ചോപ്രയ്ക്ക് വെള്ളിയാണ് കിട്ടിയത്. സ്വർണം കിട്ടിയത് പാകിസ്ഥാന്റെ അർഷാദ് നദീമിനാണ്. ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ റെക്കോർഡോടുകൂടിയാണ് അർഷാദ് നദീമിന് സ്വർണം കിട്ടിയത്. 92.97 മീറ്റർ, 92.97 മീറ്റർ ആണ് അർഷാദ് നദീമിന്റെ ത്രോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒളിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ പാക് അത്ലറ്റ് ആണ് ആരെന്ന് പറയുന്നത്? അർഷാദ് നദീം എന്ന് പറയുന്നത്, അർഷാദ് നദീം. ഓക്കെ, ഇനി ഗ്രാനഡയുടെ ആൻഡേഴ്സൺ പീറ്റേഴ്സൺ ആണ് വെങ്കലം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 88.54 മീറ്റർ ആണ് അവിടെ ആൻഡേഴ്സൺ പീറ്റേഴ്സിന്റെ ത്രോ എന്ന് പറയുന്ന. നമ്മുടെ നീരജ് ചോപ്രയുടെ 89.45 അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇട്ട് കൊടുത്താൽ മതി. ആൻഡേഴ്സൺ പീറ്റേഴ്സിനാണെങ്കിൽ 88, ഒരെണ്ണം കുറച്ചിട്ട് 88.54 തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി അർഷാദ് നദീമിനാണെങ്കിൽ 92.97 മീറ്റർ ആണ് അർഷാദ് നദീമിന്റെ റെക്കോർഡ് എന്ന് പറയുന്നത്. 92.97 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര പഠിച്ചു? 4 മെഡൽ. നമ്മൾ 4 ബ്രോൺസും 1 സിൽവറും പഠിച്ചു അല്ലെ. ഇനി ഒന്നുകൂടി ഉണ്ട് നമുക്ക്, അത് ഏതാണെന്ന് നോക്കാം.
പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ ഉണ്ട്. ഹോക്കിയിൽ ഇന്ത്യക്ക് എന്തുണ്ട്? വെങ്കല മെഡൽ ഉണ്ടായിരുന്നു. സ്പെയിനിനെ 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിട്ടാണ് തുടർച്ചയായ 2ാം ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീം മെഡൽ അണിഞ്ഞിരിക്കുന്നത്. നമ്മുടെ 2020 ടോക്കിയോ ഒളിമ്പിക്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ടോക്കിയോ ഒളിമ്പിക്സിലും നമ്മുടെ ഇന്ത്യക്ക് എന്തുണ്ടായിരുന്നു? വെങ്കല മെഡൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ തുടർച്ചയായ 2ാം തവണയാണ് നമ്മുടെ ഇന്ത്യൻ ടീം ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു നോക്കിക്കേ? ഹർമൻപ്രീത് സിംഗ് ആണ്. ഹർമൻപ്രീത് സിംഗ് ആണ് ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒളിമ്പിക്സിൽ പൂൾ എ, പൂൾ ബി എന്ന് പറഞ്ഞാണ് രാജ്യങ്ങളെ തിരിച്ചിരുന്നത്. നെതർലാൻഡ്സ്, ജർമ്മനി, ഗ്രേറ്റ് ബ്രിട്ടൻ, സ്പെയിന്, ഫ്രാൻസ്, ദക്ഷിണാഫ്രിക്ക. പൂൾ ബിയിൽ ബെൽജിയം, ഇന്ത്യ, ഓസ്ട്രേലിയ, അർജന്റീന, ന്യൂസിലൻഡ്, അയർലാൻഡ് ഈ രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനകത്ത് നമ്മുടെ ഹോക്കിയിൽ നെതർലാൻഡ്സിന് ഫസ്റ്റ് പൊസിഷനും അല്ലെങ്കിൽ ഗോൾഡും ജർമ്മനിക്ക് സിൽവറുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, വെള്ളി മെഡലുമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇന്ത്യക്ക് വെങ്കല മെഡലായിരുന്നു. ഇന്ത്യ പരാജയപ്പെടുത്തിയത് ആരെയാണ്? ഇന്ത്യ പരാജയപ്പെടുത്തിയത് സ്പെയിനിനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഈ പറയുന്ന നമ്മൾ പറഞ്ഞു തുടർച്ചയായിട്ടുള്ള ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എന്തുണ്ടായിരുന്നു? വെങ്കല മെഡൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ടോക്കിയോ ഒളിമ്പിക്സിന് ശേഷം ഇപ്പൊ പാരീസ് ഒളിമ്പിക്സിലും ഇന്ത്യക്ക് എന്തുണ്ട്? ഹോക്കിയിൽ വെങ്കല മെഡൽ ഉണ്ട്. അപ്പൊ ഇന്ത്യക്ക് ഏതൊക്കെ സമയമാണ് മെഡൽ ഇതുപോലെ ഹോക്കിയിൽ ഇന്ത്യക്ക് മെഡൽ കിട്ടിയിട്ടുള്ളതെന്ന് നോക്കാം. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡലാണ് കിട്ടിയത്. 1932 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് സ്വർണ്ണമാണ് കിട്ടിയത്. 1936 ബെർലിൻ ഒളിമ്പിക്സിലും ഇന്ത്യക്ക് സ്വർണം കിട്ടി. 1948 ലണ്ടൻ ഒളിമ്പിക്സിലും ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു. 1952 ഹെൽസിങ്കി ഒളിമ്പിക്സിലും ഇന്ത്യക്ക് എന്തുണ്ടായിരുന്നു? സ്വർണം ഉണ്ടായിരുന്നു. 1956 മെൽബൺ ഒളിമ്പിക്സിലും ഇന്ത്യക്ക് സ്വർണം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യക്ക് ആദ്യമായിട്ട് വെള്ളി മെഡൽ കിട്ടുന്നത് 1960 റോം ഒളിമ്പിക്സിലാണ് ഇന്ത്യക്ക് ആദ്യമായിട്ട് എന്ത് കിട്ടുന്നത്? വെള്ളി മെഡൽ കിട്ടുന്നത്. അതിനുശേഷം 1964 ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ ഉണ്ടായിരുന്നു. 1968 മെക്സിക്കോ സിറ്റി ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വെങ്കല മെഡലായിരുന്നു. അതുപോലെ തന്നെ 1972 മ്യൂണിച്ച് ഒളിമ്പിക്സിലും ഇന്ത്യക്ക് വെങ്കല മെഡൽ ഉണ്ടായിരുന്നു. 1980 മോസ്കോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡലായിരുന്നു. അതുപോലെ തന്നെ 2020 ടോക്കിയോ ഒളിമ്പിക്സിലും ഇന്ത്യക്ക് വെങ്കല മെഡൽ ഉണ്ടായിരുന്നു. ഇപ്പൊ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ 13ാമത്തെ മെഡലാണ്. പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഇന്ത്യയുടെ 13ാമത്തെ മെഡലാണ് ഇന്ത്യക്ക് കിട്ടിയത്. 13ാമത്തെ മെഡൽ, 4ാമത്തെ വെങ്കല മെഡൽ. 13 മെഡലിൽ ഇന്ത്യക്ക് 4 വെങ്കല മെഡലാണ് കിട്ടിയിട്ടുള്ളത്. 4 വെങ്കല മെഡലാണ്. ഒരേ ഒരു വെള്ളി മെഡലാണ് ഇന്ത്യക്ക് ഹോക്കിയിൽ കിട്ടിയിട്ടുള്ളത്. ഹോക്കിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതിപ്പോൾ തുടർച്ചയായിട്ടുള്ള 2ാം വെങ്കല മെഡലാണ്. കാരണം 2020 ഇന്ത്യക്ക് വെങ്കല മെഡലായിരുന്നു ഹോക്കിയിൽ. ഇതിപ്പോൾ 2024 ഇന്ത്യക്ക് ഹോക്കിയിൽ വെങ്കല മെഡലാണ്. ഇനി നമുക്ക് നമ്മുടെ ഹോക്കി എന്ന് പറയുമ്പോൾ നമുക്ക് മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരിക്കലും മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത, മലയാളികൾക്കെന്നല്ല ഇന്ത്യക്ക് തന്നെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു അവിഭാജ്യ ഘടകമാണ് നമ്മുടെ PR ശ്രീജേഷ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ PR ശ്രീജേഷിനെ കുറിച്ചൊന്ന് നോക്കാം. പാറാട്ട് രവീന്ദ്രൻ ശ്രീജേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പ്രത്യേകിച്ച് ഈ ഒരു ഒളിമ്പിക്സിലെ ഹോക്കി കഴിഞ്ഞതോടുകൂടി അല്ലെങ്കിൽ ഒളിമ്പിക്സ് കഴിഞ്ഞതോടുകൂടി നമ്മുടെ PR ശ്രീജേഷ് ഹോക്കിയിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജൂനിയർ ഹോക്കി ടീമിന്റെ കോച്ചായിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്തു? നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പാറാട്ട് രവീന്ദ്രൻ ശ്രീജേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. 2015 അർജുന അവാർഡും 2017 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 2015 അർജുന പുരസ്കാരവും 2017 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 2021 അദ്ദേഹത്തിന് ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചു. 2021 ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചു. ഇനി ലോകത്തെ മികച്ച ഗോൾ കീപ്പർക്കുള്ള ഹോക്കി ഫെഡറേഷന്റെ പുരസ്കാരം 2021-22 വർഷങ്ങളിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ലോകത്തെ മികച്ച ഗോൾ കീപ്പർക്കുള്ള ഹോക്കി ഫെഡറേഷന്റെ പുരസ്കാരം. 4 ഒളിമ്പിക്സിലാണ് എന്ത് ചെയ്തത്? അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളത് കേട്ടോ. 4 ഒളിമ്പിക്സിലാണ് പങ്കെടുത്തിട്ടുള്ളത്. 2020, 2024 ഒളിമ്പിക്സുകളിൽ വെങ്കല നേട്ടം. 20 or 21 കേട്ടോ. 20 ഒളിമ്പിക്സ് 21 നടന്നത്.
അപ്പൊ 2021-24 ഒളിമ്പിക്സിൽ വെങ്കല നേട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പങ്കാളിയായിട്ടുണ്ട്, PR ശ്രീജേഷ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ നോക്കിക്കേ, നമ്മുടെ മനു ഭാക്കറിന് സിംഗിൾ ആയിട്ട് വെങ്കല മെഡല്, മനു ഭാക്കർ എൻ്റെ കൂടെ പറഞ്ഞ് മനു ഭാക്കർ സരബ്ജോത് സിംഗ് സഖ്യത്തിന് വെങ്കല മെഡൽ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ മൂന്നാമത് പഠിച്ചത് ആരെയാണ്, അമൻ ഷെറാവത്തിനെയാണ് അല്ലെ. അമൻ ഷെറാവത്തിന് നമ്മൾ പറഞ്ഞു നമ്മുടെ പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ വെങ്കല മെഡൽ ഉണ്ടായിരുന്നു. ഓർത്തെടുത്തെ, ഒരു റിവിഷൻ പോലെ ഓർത്തെടുത്തെ. അത് കഴിഞ്ഞ് നമ്മൾ ആരെ പറഞ്ഞു, സ്വപ്നിൽ കുശാലയാണ് പറഞ്ഞത് അല്ലെ. അമൻ ഷെറാവത്തിനെ കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ സ്വപ്നിൽ കുശാലയാണ് പറഞ്ഞത്. സ്വപ്നിൽ കുശാലയ്ക്ക് 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ വെങ്കല മെഡൽ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പറഞ്ഞ നീരജ് ചോപ്രയാണ്. നീരജ് ചോപ്രയ്ക്ക് ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഹോക്കി ടീമിനെയാണ് അല്ലെ. ഇന്ത്യൻ ഹോക്കി ടീമിന് പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ 5 വെങ്കലവും 1 വെള്ളി മെഡലും ഉൾപ്പെടെ 6 മെഡലാണ് 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആണോ ഈ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്ത നമുക്ക് വളരെ സങ്കടത്തോടു കൂടിയാണെങ്കിലും നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഇന്ത്യയുടെ നഷ്ടങ്ങൾ എന്തൊക്കെയാണ്. പാരീസ് ഒളിമ്പിക്സിൽ എന്തൊക്കെയാണ് ഇന്ത്യയുടെ നഷ്ടങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് നോക്കിയാലോ. ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത, നമ്മൾ പറയത്തില്ലേ, കപ്പിനും ചുണ്ടിനും ഇടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു മെഡലാണ് വിനേഷ് ഫോഗട്ടിന്റെ എന്ന് പറയുന്നത് അല്ലെ. ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ, അതായത് വനിതകളുടെ 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ റെസ്ലിംഗിൽ ഫൈനലിൽ എത്തിയിട്ട് വെറും 100 ഗ്രാം ഭാര കൂടുതൽ കൊണ്ട് അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ താരമാണ് ആരെന്ന് പറയുന്നത്, വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആര്, വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സെമിയില് ക്യൂബയുടെ ലോപ്പസ് ഗുസ്മാനെയാണ് നമ്മുടെ വിനേഷ് ഫോഗട്ട് എന്ത് ചെയ്തത്, പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഭാര പരിശോധനയിൽ എന്ത് ചെയ്തു, വിനേഷ് ഫോഗട്ട് ഭാര കൂടുതൽ കാരണം അയോഗ്യയാക്കപ്പെട്ടു. ഫൈനലിൽ മത്സരിച്ചില്ല. ഹരിയാന സ്വദേശിയാണ് വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നത്. 2018 ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ ജേതാവാണ്. 2018 ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ ജേതാവാണ്. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ സ്വർണ്ണ മെഡൽ ജേതാവാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നത്. 2019 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ ജേതാവാണ്. അതുപോലെ തന്നെ 2 തവണ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ ജേതാവാണ് ആരെന്ന് പറയുന്നത്, വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ 3 തവണ കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പ് സ്വർണ്ണ മെഡൽ ജേതാവാണ്. 3 തവണ, 2014 അതുപോലെ തന്നെ 2018 2022 3 തവണ നമ്മുടെ വിനേഷ് ഫോഗട്ടിന് കോമൺവെൽത്തിൽ സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കോമൺവെൽത്തിലും ഏഷ്യൻ ഗെയിംസിലും സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2018 കോമൺവെൽത്തിലും 2018 ഏഷ്യൻ ഗെയിംസിലും നമ്മുടെ വിനേഷ് ഫോഗട്ടിന് സ്വർണം ഉണ്ടായിരുന്നു. അപ്പോൾ കോമൺവെൽത്തിലും ഏഷ്യൻ ഗെയിംസിലും സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര്, വിനേഷ് ഫോഗട്ട്. 2016 അർജുന പുരസ്കാരം, 2020 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം, 2020 പത്മശ്രീ പുരസ്കാരം എന്നിവ നൽകി വിനേഷ് ഫോഗട്ടിനെ രാജ്യം ആദരിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഓർത്തു വെക്കണേ. ഓക്കെ, അപ്പൊ നമ്മുടെ വിനേഷ് ഫോഗട്ട് കോമൺവെൽത്തിലും ഏഷ്യൻ ഗെയിംസിലും സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. 3 തവണ കോമൺവെൽത്തിലെ സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. 3 തവണ കോമൺവെൽത്തിലെ സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിലെ വെങ്കല മെഡൽ ജേതാവാണ്. അർജുന പുരസ്കാരം ഖേൽരത്ന 2020 ഖേൽരത്ന ലഭിച്ചിട്ടുണ്ട്. 2020 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വിനേഷ് ഫോഗട്ടിന്റെ ഈ അയോഗ്യതയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സീസ് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തു നിന്നൊരു ചോദ്യം വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതായത് കോൺട്രവേഴ്സി ചോദിക്കത്തില്ല, വിനേഷ് ഫോഗട്ടുമായിട്ട് ബന്ധപ്പെട്ട് വിനേഷ് ഫോഗട്ടിനെ കുറിച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഇന്ത്യയുടെ മറ്റൊരു നഷ്ടമാണ് വനിതകളുടെ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 49 കിലോഗ്രാം വിഭാഗത്തിൽ നമ്മുടെ മീരാഭായ് ചാനുവിന് 4ാം സ്ഥാനം എന്നുള്ളത് ഇന്ത്യയുടെ ഒരു നഷ്ടം തന്നെയാണ് കേട്ടോ. മീരാഭായ് ചാനുവിന് ശരിക്കും അത് നമ്മൾ മെഡൽ കിട്ടും എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടം തന്നെയാണെങ്കിലും നമ്മുടെ മെഡൽ നഷ്ടമാണ് കേട്ടോ. അവിടെ മെഡൽ നഷ്ടമാണ്. 4ാം സ്ഥാനത്തേക്ക് പോയി മീരാഭായ് ചാനു. ഇനി നമുക്ക് മറ്റ് രാജ്യങ്ങളിലെ താരങ്ങളുടെ നേട്ടം ഒന്ന് നോക്കിയാലോ. നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട
കായിക താരങ്ങളെ പഠിക്കുന്നത് പോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലെ താരങ്ങളുടെ എക്സെപ്ഷണൽ ആയിട്ടുള്ള നേട്ടങ്ങളുണ്ടല്ലോ, അത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഒളിമ്പിക്സിൽ പോൾ വാൾട്ടിൽ ലോക റെക്കോർഡോടുകൂടി സ്വർണം കരസ്ഥമാക്കിയ സ്വീഡന്റെ താരമാണ് അർമാൻ ഡ്യൂപ്ലന്റിസ് എന്ന് പറയുന്നത്. എല്ലാ ഒളിമ്പിക്സിലും അദ്ദേഹം വന്ന് അർമാൻ ഡ്യൂപ്ലന്റിസ് എന്ന് പറയുന്നത് സ്വന്തം റെക്കോർഡ് തന്നെയാണ് തിരുത്തുന്നത്. ഓക്കെ, ഇതിപ്പോ ഏകദേശം 9ഓളം തവണയായി അദ്ദേഹം സ്വന്തം റെക്കോർഡ് തന്നെയാണ് പോൾ വാൾട്ടിൽ തിരുത്തുന്നത്. അപ്പോൾ സ്വീഡൻ താരമാണ് ആരെന്ന് പറയുന്നത് അർമാൻ ഡ്യൂപ്ലന്റിസ്. സ്വീഡന്റെ താരമാണ് അർമാൻ ഡ്യൂപ്ലന്റിസ്. പോൾ വാൾട്ടിലാണ് അദ്ദേഹം മത്സരിക്കുന്നതെന്ന് ഓർത്തുവെക്കുക. ഓക്കെ, ഇനി നമ്മുടെ പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണം കരസ്ഥമാക്കിയത് സെന്റ് ലൂസിയുടെ താരം ജൂലിയൻ ആൽഫ്രഡ് ആണ്. സെന്റ് ലൂസിയുടെ താരം ജൂലിയൻ ആൽഫ്രഡ് ആണ്. കരീബിയൻ ദ്വീപ് രാജ്യമാണ് സെന്റ് ലൂസിയ എന്ന് പറയുന്നത്. കരീബിയൻ ദ്വീപ് രാജ്യമാണ് സെന്റ് ലൂസിയ എന്ന് പറയുന്നത്. ഒളിമ്പിക്സിൽ നമ്മുടെ ജൂലിയൻ ആൽഫ്രഡ് നേടുന്ന ആദ്യ മെഡലാണ് കേട്ടോ. ഒളിമ്പിക്സിൽ ജൂലിയൻ ആൽഫ്രഡ് നേടുന്ന ആദ്യ മെഡലാണ് ഈ പറയുന്ന വനിതകളുടെ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ കരസ്ഥമാക്കിയ സ്വർണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വനിതകളുടെ 100 മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണം കരസ്ഥമാക്കിയത് ജൂലിയൻ ആൽഫ്രഡ് ആണ്. സെന്റ് ലൂസിയുടെ താരം. ഇനി അടുത്തത് പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ വിഭാഗം ടെന്നീസിൽ സ്വർണം കരസ്ഥമാക്കിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. സെർബിയൻ താരമായിട്ടുള്ള നൊവാക് ജോക്കോവിച്ച് ആണ് പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ വിഭാഗം ടെന്നീസിൽ സ്വർണം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത്. ഫൈനലില് സ്പാനിഷിന്റെ യുവതാരം കാർലോസ് അൽക്കാരസിനെ പരാജയപ്പെടുത്തിയാണ് ജോക്കോവിച്ച് സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ടായിരുന്നത്. ഒളിമ്പിക്സിലെ സ്വർണ്ണ മെഡൽ നേട്ടത്തോടുകൂടി ഗോൾഡൻ സ്ലാം നേടുന്ന 5ാമത്തെ താരമായിട്ട് മാറി ആര്? നൊവാക് ജോക്കോവിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ കിട്ടിയതോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു? ഗോൾഡൻ സ്ലാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ഡ്രീമിൽ അല്ലെങ്കിൽ ആ ഒരു സ്വപ്ന നേട്ടം എന്ത് ചെയ്തു? നൊവാക് ജോക്കോവിച്ച് നേടിയെടുത്തു എന്ന് തന്നെ പറയാം. ഗോൾഡൻ സ്ലാം നേടുന്ന 5ാമത്തെ താരമായിട്ട് ജോക്കോവിച്ച് മാറി. ടെന്നീസ് പുരുഷ സിംഗിൾസിൽ ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗോൾഡ് മെഡൽ ജേതാവായിട്ട് ആര് മാറി? നൊവാക് ജോക്കോവിച്ച് മാറി. ഓക്കെ, സെർബിയൻ താരമാണ് ആദ്യ ഒളിമ്പിക് സ്വർണം. കരിയർ ഗോൾഡൻ സ്ലാം തികച്ചു. കരിയറിൽ ഗോൾഡൻ സ്ലാം അദ്ദേഹം എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയത്. അത് ഒളിമ്പിക് സ്വർണം കൂടെ കിട്ടി. നിങ്ങൾക്ക് അറിയാം, അദ്ദേഹം ഒത്തിരി ഗ്രാൻഡ് സ്ലാം പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഗ്രാൻഡ് സ്ലാം പുരസ്കാരം ജോക്കോവിച്ചിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഒളിമ്പിക് സ്വർണം കിട്ടുവാണ് ടെന്നീസിൽ ജോക്കോവിച്ചിന്. അതുകൂടി കിട്ടിയപ്പോൾ ആ ഗോൾഡൻ സ്ലാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു കരിയറിലെ ആ ഒരു വലിയൊരു അച്ചീവ്മെന്റ് നേടാനായിട്ട് ആർക്ക് സാധിച്ചു? ജോക്കോവിച്ചിന് സാധിച്ചു. ഇനി നമ്മുടെ പാരീസ് ഒളിമ്പിക്സിലെ അതിവേഗ താരമാണ് നോഹ ലൈൽസ്. യുഎസിന്റെ താരമാണ് നോഹ ലൈൽസ്. 100 മീറ്റർ ഓട്ടത്തിലാണ് 9.784 സെക്കൻഡ്സിൽ നോഹ ലൈൽസ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന 100 മീറ്റർ ഓട്ടത്തിൽ. കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇറ്റലിയുടെ മാർസൽ ജേക്കബ്സിനായിരുന്നു സ്വർണം കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു വിഭാഗത്തിൽ. നോഹ ലൈൽസ് നമ്മുടെ വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലും വളരെ ശ്രദ്ധാ കേന്ദ്രമായിരുന്നു നോഹ ലൈൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പാരീസ് ഒളിമ്പിക്സിൽ പുരുഷന്മാരുടെ ഓട്ടത്തിൽ അതിവേഗം ഓടി എത്തിയ താരം എന്നുള്ള നേട്ടം നമ്മുടെ യുഎസിന്റെ നോഹ ലൈൽസിന് സ്വന്തമായി 9.784 സെക്കൻഡിൽ. ഓക്കെ, അമേരിക്കൻ സ്പ്രിന്റ് താരമാണ് പാരീസിലെ വേഗരാജാവാണ്. 0.005 സെക്കൻഡിന് ഒന്നാമതെത്തിയിട്ടുണ്ട് നോഹ ലൈൽസ്. ഇനി പാരീസ് ഒളിമ്പിക്സിൽ ഒരു സ്വർണ്ണമടക്കം 3 മെഡലുകൾ നേടിയ വനിതാ താരമാണ് സിഫാൻ ഹസൻ എന്ന് പറയുന്നത്. സിഫാൻ ഹസൻ പാരീസ് ഒളിമ്പിക്സിൽ ഒരു സ്വർണ്ണമടക്കം 3 മെഡൽ. വനിതകളുടെ 5000 മീറ്റർ, 10000 മീറ്റർ, മാരത്തൺ, വനിതകളുടെ മാരത്തൺ, ഈ 3 വിഭാഗത്തിലാണ് സിഫാൻ ഹസന് മെഡലുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതില് മാരത്തോണിൽ റെക്കോർഡോടുകൂടിയാണ് എത്യോപ്യൻ വംശജയായിട്ടുള്ള ഡച്ച് താരം സിഫാൻ ഹസൻ മെഡൽ നേടിയിട്ടുണ്ടായിരുന്നത്. സിഫാൻ ഹസൻ എന്ന് പറയുന്നത് ഡച്ച് താരമാണ്, എത്യോപ്യൻ വംശജയാണ്, നെതർലാൻഡിന്റെ താരമാണ്. ഓക്കെ, അപ്പോൾ ഈ മാരത്തണിൽ മത്സരിച്ചപ്പോൾ റെക്കോർഡോടുകൂടിയാണ് സിഫാൻ ഹസൻ എന്ത് ചെയ്തത്? സ്വർണം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സ്വർണവും ബാക്കി നമ്മൾ പറഞ്ഞു 3 മെഡലുകളാണ് നമ്മുടെ സിഫാൻ ഹസൻ അല്ലെങ്കിൽ ഡച്ച് താരമായിട്ടുള്ള സിഫാൻ ഹസന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിലൊരു സ്വർണം കിട്ടിയത് ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാരത്തണിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്.
അടുത്തത്, ഒരു ട്രാക്ക് ഇനത്തിൽ 3 ഒളിമ്പിക് സ്വർണം നേടുന്ന ആദ്യ വനിതാ താരം. ഒരു ട്രാക്ക് ഇനത്തിൽ, അതായത് പാരീസ് ഒളിമ്പിക്സിൽ വനിതകളുടെ 1500 മീറ്ററിൽ റെക്കോർഡോടുകൂടി നമ്മുടെ കെനിയയുടെ ഫെയ്ത്ത് കിപ്പിയേഗൻ സ്വർണം നേടിയിട്ടുണ്ടായിരുന്നു. അതെന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 2 സീസൺ ഒളിമ്പിക്സിലും, മുന്നത്തെ 2 ഒളിമ്പിക്സിലും ഇതേ ട്രാക്ക് ഇവന്റിൽ, ഇതേ ട്രാക്ക് ഇനത്തിൽ 1500 മീറ്ററിൽ ഫെയ്ത്ത് കിപ്പിയേഗൻ സ്വർണ്ണ മെഡൽ നേടിയിട്ടുണ്ട്. അപ്പോൾ ഒളിമ്പിക്സിൽ ഒരേ ട്രാക്ക് ഇനത്തിൽ 3 ഒളിമ്പിക് സ്വർണം നിലനിർത്തുന്ന, അല്ലെങ്കിൽ ഒരേ ട്രാക്ക് ഇനത്തിൽ സ്വർണം നിലനിർത്തുന്ന, 3 സ്വർണം നിലനിർത്തിയ ആദ്യ വനിതാ താരമാണ് ഫെയ്ത്ത് കിപ്പിയേഗൻ. ചോദ്യം വരുവേ, ഫെയ്ത്ത് കിപ്പിയേഗൻ കെനിയൻ താരമാണ് ഫെയ്ത്ത് കിപ്പിയേഗൻ. നമ്മുടെ സിഫാൻ ഹാസൻ എന്ന് പറയുന്നത് 3 ഇവന്റുകളിലായിട്ടാണ്, 3 ഇവന്റുകളിലായിട്ട് ഒരേ സീസണിൽ, പാരീസ് ഒളിമ്പിക്സിൽ തന്നെ വനിതകളുടെ 5000 മീറ്റർ, 10000 മീറ്റർ മാരത്തണിൽ 3 മെഡലുകൾ നേടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫെയ്ത്ത് കിപ്പിയേഗൻ എന്ന് പറയുന്നത് ഒരേ ട്രാക്ക് ഇനത്തിൽ 3 ഒളിമ്പിക്സുകളിലായിട്ട് സ്വർണ്ണ മെഡലുകൾ നേടിയിട്ടുള്ള താരമാണ് ആര്? ഫെയ്ത്ത് കിപ്പിയേഗൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫെയ്ത്ത് കിപ്പിയേഗൻ. ഇനി മിഹിയാൻ ലോപ്പസിനെ നോക്കാം. മിഹിയാൻ ലോപ്പസ് ക്യൂബയുടെ ഗുസ്തി താരമാണ്. ഒരേ ഇനത്തിൽ തുടർച്ചയായിട്ട് 5 ഒളിമ്പിക് സ്വർണം, ഒരേ ഇനത്തിൽ തുടർച്ചയായിട്ട് 5 ഒളിമ്പിക് സ്വർണം നേട്ടം ഗ്രെക്കോ റോമൻ 130 കിലോ വിഭാഗത്തിൽ. ഇവരൊക്കെ ഇങ്ങനെ എല്ലാ ഒളിമ്പിക്സിലും ഇവർക്ക് ഈ വിഭാഗത്തിൽ സ്വർണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫെയ്ത്ത് കിപ്പിയേഗൻ ആണെങ്കിൽ വനിതകളുടെ 1500 മീറ്ററിൽ 3ാമത്തെ തവണ സ്വർണം. മിഹിയാൻ ലോപ്പസിനാണെങ്കിൽ 5ാമത്തെ സ്വർണം, ഒരേ ഇനത്തിൽ തുടർച്ചയായിട്ട് 5 ഒളിമ്പിക് സ്വർണം. ഓക്കെ, ഇനി പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ വോളിബോളിൽ സ്വർണം നേടിയത് ആരാണ്? ഫ്രാൻസ് ആണ്. പാരീസ് ഒളിമ്പിക്സിലെ പുരുഷ വോളിബോളിൽ സ്വർണം നേടിയത് ഫ്രാൻസ് ആണ്. വെള്ളി നേടിയത് പോളണ്ടും വെങ്കലം നേടിയത് അമേരിക്കയുമാണ്. ഇനി പുരുഷ ഫുട്ബോളിൽ സ്വർണം കരസ്ഥമാക്കിയത് സ്പെയിനാണ് കേട്ടോ. പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ഫുട്ബോളിൽ സ്വർണം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ സ്പെയിനാണ്. വെള്ളി നേടിയത് ഫ്രാൻസും വെങ്കലം നേടിയത് മൊറോക്കോയുമാണ്. വനിതാ ഫുട്ബോളിൽ സ്വർണം നേടിയത് ആരാണെന്ന് നോക്കിക്കേ, അമേരിക്കയാണ്. ബ്രസീലിന് വെള്ളിയും ജർമ്മനിക്ക് വെങ്കലമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു പുരുഷ വോളിബോളിൽ ഫ്രാൻസിനാണ് സ്വർണം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഫുട്ബോളിലേക്ക് വരുമ്പോൾ സ്പെയിൻ ആയിരുന്നു പുരുഷന്മാരുടെ ഫുട്ബോളിൽ സ്വർണം കിട്ടിയിട്ടുണ്ടായിരുന്നത്. വനിതാ ഫുട്ബോളിൽ അമേരിക്കയ്ക്കാണ് സ്വർണം കിട്ടിയിട്ടുണ്ടായിരുന്നത്. പുരുഷ ഫുട്ബോളിൽ ആർക്കായിരുന്നു? സ്പെയിനായിരുന്നു. ഇനി പാരീസ് ഒളിമ്പിക്സിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പ്യൻ ആയിരുന്നത് ചെങ് ഹൗഹാവോ ആണ്. ചൈനയുടെ പ്രായം കുറഞ്ഞ ഒളിമ്പ്യൻ എന്ന റെക്കോർഡാണ് ചെങ് ഹൗഹാവോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒളിമ്പിക്സിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒളിമ്പ്യനാണ്. പാരീസിലെ പ്രായം കുറഞ്ഞ മത്സരാർത്ഥി സ്കേറ്റ് ബോർഡിംഗ് ആയിരുന്നു ചെങ് ഹൗഹാവോയുടെ മത്സരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒളിമ്പിക്സിലെ മെഡലുകൾ നേടിയിട്ടുള്ള മറ്റു താരങ്ങളെ കൂടി പഠിക്കാം. അതെന്തായാലും പഠിച്ചു വെക്കണം. സിമോൺ ബൈൽസ്. അപ്പൊ നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും ഇതൊക്കെ പഠിക്കണോ, ഇവരെ കുറിച്ചൊക്കെ ചോദിക്കും. കാരണം കഴിഞ്ഞ വർഷം നമ്മുടെ എലൈൻ തോംസനെ കുറിച്ച് ഒളിമ്പിക്സിലെ സ്പ്രിന്റ് ഇനങ്ങളിൽ ഇരട്ട സ്വർണം നിലനിർത്തിയ വനിതയാണ് എലൈൻ തോംസൺ. എലൈൻ തോംസനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യമാണ് മുൻപ് 2020 ടോക്കിയോ ഒളിമ്പിക്സ് എന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മറ്റനേകം, അതായത് 2-3 മെഡലൊക്കെ നേടിയിട്ടുള്ള മറ്റ് രാജ്യങ്ങളിലെ കായിക താരങ്ങളെ കുറിച്ച് ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാര്യം നിങ്ങൾ പഠിക്കണം. നമുക്ക് എന്തായാലും വേണ്ട സാധനമാണ്. നോക്കിക്കേ, സിമോൺ ബൈൽസ് അമേരിക്കയുടെ ജിംനാസ്റ്റിക് താരമാണ്. 3 സ്വർണവും 1 വെള്ളിയുമാണ്. 3 സ്വർണവും 1 വെള്ളിയുമാണ് സിമോൺ ബൈൽസിന് കിട്ടിയത്. 3 സ്വർണവും 1 വെള്ളിയും. അമേരിക്കയുടെ ജിംനാസ്റ്റിക് താരമാണ് സിമോൺ ബൈൽസ്. ഇനി ഒളിമ്പിക്സ് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേരാണ് ഇമാനെ ഖലീഫ് എന്ന് പറയുന്നത്. അൾജീരിയയുടെ ബോക്സിംഗ് താരമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇമാനെ ഖലീഫ് ബോക്സിംഗിൽ മത്സരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എതിർ സ്ഥാനാർത്ഥി കോർട്ടിൽ നിന്ന് ഇറങ്ങി പോവായിരുന്നു. കാരണം ഇമാനെ ഖലീഫ് എന്ന് പറയുന്നത് ബയോളജിക്കലി ഒരു മെന്നാണ് എന്നാണ് അഭിപ്രായപ്പെട്ടത്. എന്നാൽ പിന്നീട് ഒളിമ്പിക് കമ്മിറ്റി അതിൽ വ്യക്തത നൽകി, അല്ല, ഇമാനെ ഖലീഫ് എന്ന് പറയുന്നത് സ്ത്രീ തന്നെയാണ്. ഓക്കെ, DNA പരമായിട്ട് പുരുഷ ഹോർമോണൊക്കെ കൂടുതലാണെങ്കിൽ പോലും സ്ത്രീയാണ് എന്നാണ്
ഒളിമ്പിക് കമ്മിറ്റി എന്ത് ചെയ്തത്, വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ലിംഗവിവാദത്തിന്റെ ഇരയായിട്ടുണ്ടായിരുന്ന ഇബാനെ ഖലീഫിന് വെൽറ്റർ വെയിറ്റ് വിഭാഗത്തിൽ സ്വർണം കിട്ടിയിട്ടുണ്ടായിരുന്നു. ലിംഗവിവാദത്തിന്റെ ഇരയായിട്ടുള്ള ഇമാനെ ഖലീഫിന് വെൽറ്റർ വെയിറ്റ് വിഭാഗത്തിൽ സ്വർണം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ലിൻ യു തിങ്, അഗെയിൻ ലിൻ യു തിങ് എന്ന് പറയുന്നത് തായ്വാന്റെ ബോക്സിംഗ് താരമാണ്. വനിതാ വിഭാഗത്തിൽ മത്സരിക്കുന്നതിന് ബോക്സിംഗ് അസോസിയേഷൻ വിലക്കിയ താരമായിരുന്നു ലിൻ യു തിങ് എന്ന് പറയുന്നത്. 57 കിലോ വിഭാഗത്തില് ബോക്സിംഗിൽ ലിൻ യു തിങ്ങിന് എന്ത് ലഭിച്ചു, സ്വർണ്ണ മെഡല് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ലിൻ യു തിങ് തായ്വാന്റെ താരമാണ്. ഇനി അഭയാർത്ഥി ടീമിൽ നിന്ന്, ബോക്സിംഗില് അഭയാർത്ഥി ടീം ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ പാരീസ് ഒളിമ്പിക്സില് അഭയാർത്ഥി ടീമില് ബോക്സിംഗില് അഭയാർത്ഥി സംഘത്തിന് വേണ്ടിയിട്ട് ആദ്യത്തെ മെഡൽ നേടിയത് സിൻഡി ഗാംബയാണ്. 75 കിലോ വിഭാഗത്തിലെ വെങ്കലമാണ് സിൻഡി ഗാംബ നേടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒളിമ്പിക്സ് വേദിയിൽ വെച്ചിട്ട് ഒരു അഫ്ഗാൻ അഭയാർത്ഥി താരം അയോഗ്യയാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഡാൻസർ ആയിരുന്നു. അങ്ങനെ അയോഗ്യയാക്കപ്പെട്ട അഫ്ഗാൻ അഭയാർത്ഥി താരമാണ് മനീസ തലാഷ് എന്ന് പറയുന്നത്. മനീസ തലാഷ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്താണ് ഒളിമ്പിക്സിൽ മനീസ തലാഷ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ധരിച്ച വസ്ത്രത്തിൽ പോലും ആ ഒരു പ്രൊട്ടസ്റ്റിന്റെ ചിഹ്നമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും ഒരു ഒളിമ്പിക്സ് വേദി വന്നിട്ട് ഇത്തരത്തിൽ മുദ്രാവാക്യങ്ങളോ പ്രൊട്ടസ്റ്റോ നടത്താൻ പാടില്ല എന്നുള്ളത് ഒളിമ്പിക്സിന്റെ നിയമം ആയതുകൊണ്ട് തന്നെ മനീസ തലാഷിനെ എന്ത് ചെയ്തു, അയോഗ്യയായിട്ട് പ്രഖ്യാപിച്ചു. ഇനി നമുക്ക് പാരീസ് ഒളിമ്പിക്സിന്റെ സമാപനം കൂടി നോക്കിയിട്ട് ക്ലാസ് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? നമ്മൾ മറ്റ് താരങ്ങളുടെ നേട്ടം പഠിച്ചപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കേണ്ടുന്ന താരങ്ങളെ നമ്മൾ എടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് 2ഉം 3ഉം സ്വർണ്ണമൊക്കെ നേടിയിട്ടുള്ള ഫെയ്ത്ത് കിപ്പിയഗനെയും മിഹിയാൻ ഫ്ലോപ്പസിനെയും ഒക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ. പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുന്ന സിമോൺ ബൈൽസ് 3 സ്വർണ്ണവും 1 വെള്ളിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ചത് PR ശ്രീജേഷും മനു ഭാക്കറുമാണ്. 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ടായിരുന്നത് അമേരിക്കയ്ക്കാണ്. 126 മെഡലുകളായിരുന്നു അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നത്. 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലമായിരുന്നു അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നത്. 2ാം സ്ഥാനം ചൈനയ്ക്കായിരുന്നു. 91 മെഡലുകൾ, 40 സ്വർണം, 27 വെള്ളി, 24 വെങ്കലമാണ് ചൈനയ്ക്ക് ഉണ്ടായിരുന്നത്. ഇന്ത്യക്ക് 71ാം സ്ഥാനമായിരുന്നു. ഇന്ത്യയുടെ സ്ഥാനം പഠിച്ചു വെച്ചോ, 71, 6 മെഡലുകൾ, 1 വെള്ളി, 5 വെങ്കലം. അപ്പൊ ഇന്ത്യക്ക് എത്ര മെഡലുകളായിരുന്നു? ഇന്ത്യക്ക് 6 മെഡലുകളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യക്ക് 6 മെഡല്, 1 വെള്ളി, 5 വെങ്കലം. 71ാം സ്ഥാനമായിരുന്നു ഇന്ത്യക്ക്. ഒരു ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനം 2020 ടോക്കിയോ ഒളിമ്പിക്സ് ആയിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, 7 മെഡലായിരുന്നു, 1 സ്വർണ്ണം ഉൾപ്പെടെ 7 മെഡലായിരുന്നു. 2028 ഒളിമ്പിക്സ് അടുത്ത് നടക്കാൻ പോകുന്ന ലോസ് ആഞ്ചൽസിൽ വെച്ചിട്ടാണ് കേട്ടോ. ലോസ് ആഞ്ചൽസിൽ വെച്ചിട്ടാണ് അടുത്ത ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 1ാം സ്ഥാനം കിട്ടിയത് പാരീസ് ഒളിമ്പിക്സിന്റെ സമാപനത്തിൽ 1ാം സ്ഥാനം ആർക്കായിരുന്നു? അമേരിക്കയ്ക്കായിരുന്നു. 126 മെഡലുകൾ. 2ാം സ്ഥാനം ചൈനയ്ക്കായിരുന്നു. 91 മെഡലുകൾ. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താണ് 40 മെഡലുകൾ അമേരിക്കയ്ക്കും ഉണ്ട്, 40 സ്വർണ്ണ മെഡലുകൾ ചൈനയ്ക്കും ഉണ്ട്, പിന്നെ എന്നിട്ടും എന്താ അമേരിക്കയ്ക്ക് കൂടുതൽ അല്ലെങ്കിൽ 1ാം സ്ഥാനം കിട്ടിയെന്ന് ചോദിച്ചാൽ പോയിന്റ് അമേരിക്കയ്ക്കാണ് കൂടുതൽ. നോക്കിക്കേ, 40 സ്വർണം ചൈനയ്ക്ക് ഉണ്ടെങ്കിലും ചൈനയ്ക്ക് 27 വെള്ളിയേ ഉള്ളൂ. പക്ഷെ അതേ സ്ഥാനം അമേരിക്കയ്ക്ക് 44 വെള്ളിയുണ്ട്. അപ്പൊ പോയിന്റ് അമേരിക്കയ്ക്ക് അവിടെ കൂടും കേട്ടോ. ഇനി നമ്മുടെ പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ രാജ്യം എന്ന് പറയുന്ന ചൈനയാണ് കേട്ടോ. 2024 പാരീസ് ഒളിമ്പിക്സിലെ ആദ്യ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ രാജ്യം ചൈനയാണ്. ഷൂട്ടിംഗ് 10 മീറ്റർ എയർ റൈഫിൾ മിക്സഡ് ടീം ഇനത്തിൽ ചൈനയുടെ ഹുവാങ് യൂട്ടിങ് ഷെങ് ലിയാവോ സഖ്യമാണ് സ്വർണം കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ യൂറോപ്യൻ രാജ്യമായ ലിക്റ്റൻസ്റ്റൈൻ്റെ പതാക പിടിച്ച മലയാളിയാണ് ഗായത്രി നാരായൺ എന്ന് പറയുന്നത്. ഗായത്രി നാരായണനാണ് യൂറോപ്യൻ രാജ്യമായിട്ടുള്ള ലിക്റ്റൻസ്റ്റൈൻ്റെ പതാക വഹിച്ചിരുന്നത് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങിൽ.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 2024 പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊരിക്കലും കൂടുതലല്ല. നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന മേഖലകൾ മാത്രമേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ എല്ലാം കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത്രയെങ്കിലും പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ച് പഠിച്ചിട്ട് മാത്രം എന്ത് ചെയ്യുക, അടുത്തൊരു പരീക്ഷയെ നേരിടുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.